നമസ്കാരം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് രണ്ട് സിനിമകളുടെ ബോക്സ് ഓഫീസ് കണക്കുകളാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം അതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു. തീർച്ചയായിട്ടും ഇപ്പോൾ തിയേറ്ററുകൾ ഇളക്കി മറിച്ചുകൊണ്ട് വലിയ ഹിറ്റായിട്ട് മാറിയിരിക്കുകയാണ് മാർക്കോ എന്ന് പറയുന്ന സിനിമ. ഹനീഫ് അദേനിയുടെ സംവിധാനത്തിൽ വന്ന ആ ഒരു ചിത്രം പ്രതീക്ഷകൾക്ക് അപ്പുറം എന്ന് പറയാമോ അതോ പ്രതീക്ഷിച്ച രീതിയിൽ എന്ന് തന്നെ പറയാമോ, ആ രീതിയിലുള്ള ഒരു വലിയ ഹിറ്റായിട്ട് മാറിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും അത് ആ ടീമിന് വലിയ ഒരു പേര് തന്നെ നേടിക്കൊടുത്തിട്ടുണ്ട്. പക്ഷെ അവിടെ ഉണ്ടാവുന്ന ഒരു മൈനസ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, അങ്ങനെ ഒരു വലിയ ഹിറ്റ് ഇളക്കി മറിച്ചുകൊണ്ടുള്ള ഒരു ഹിറ്റ് ഉണ്ടാകുമ്പോൾ കൂടെ വന്ന മറ്റ് പല പോസിറ്റീവ് റെസ്പോൺസ് കിട്ടിയ സിനിമകൾക്കും അത് വലിയ കാര്യമായിട്ട് എഫക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനോടൊപ്പം തന്നെ റിലീസ് ചെയ്ത അല്ലെങ്കിൽ ഒരു ദിവസം മുന്നേ റിലീസ് ചെയ്ത രണ്ട് സിനിമകളുടെ ബോക്സ് ഓഫീസ് കണക്കുകളാണ്. ഒന്ന് മാർക്കോയോടൊപ്പം തന്നെ റിലീസ് ചെയ്ത ED എന്ന് പറയുന്ന, അതായത് എക്സ്ട്രാ ഡീസന്റ് എന്ന് പറയുന്ന ചിത്രത്തിന്റെ കണക്ക്. അത് സുരാജ് വെഞ്ഞാറമൂട് നായകനായിട്ട് വന്ന സിനിമയാണ്, ചെറിയ സിനിമയാണ്. മറ്റേത് റൈഫിൾ ക്ലബ്ബ് എന്ന് പറയുന്ന സിനിമ ആഷിഖ് കപൂറിന്റെ സംവിധാനത്തിൽ വന്ന സിനിമയാണ്. അത് താരതമ്യേന വലിയൊരു സിനിമയാണ്. അപ്പോൾ ഈ രണ്ട് സിനിമകൾക്കും വലിയ പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസ് കിട്ടുകയുണ്ടായി. റൈഫിൾ ക്ലബ്ബ് എന്ന് പറയുന്ന സിനിമയുടെ കളക്ഷനിലേക്ക് വരുമ്പോൾ ഒരു ദിവസം മുന്നേ റിലീസ് ചെയ്തു എന്നുള്ളത് ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് ആ സിനിമയ്ക്ക് കിട്ടും. കാരണം മാർക്കോ എത്തുന്നതിന് മുമ്പ് തന്നെ ആ സിനിമയ്ക്ക് 1 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുക്കാൻ സാധിച്ചിരുന്നു. എന്നാൽ 3 ദിവസം കഴിയുന്ന സമയത്ത് പോലും ആ 1 കോടി രൂപ എന്ന് പറയുന്ന സംഭവം ആവറേജ് ആയിട്ട് നിലനിർത്താൻ സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട്. 3 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ആയിട്ട് സിനിമയ്ക്ക് നേടിയെടുക്കാൻ സാധിച്ചത് 3,70,00,000 രൂപയാണ്. 3,70,00,000 രൂപ നേടിയെടുത്ത സിനിമ ഓവർസീസിൽ നിന്നായി 1,30,00,000 രൂപയും കൂടി നേടിയെടുത്തിട്ടുണ്ട്. ഈ 3,70,00,000 രൂപ എന്ന് പറയുന്നത് വേൾഡ് വൈഡ് കണക്കല്ല, കേരള ബോക്സ് ഓഫീസ് കണക്കാണ്. 3,70,00,000 രൂപ, 1,30,00,000 രൂപയോളം വിദേശങ്ങളിൽ നിന്ന് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് കണക്ക് എന്ന് പറയുന്നത് ഏകദേശം 5 കോടിക്ക് അടുത്തായിട്ട് വന്ന് നിൽക്കും. റൈഫിൾ ക്ലബ്ബ് എന്ന് പറയുന്ന സിനിമ പയ്യെ ആണെങ്കിലും ഒരു വിജയ ചിത്രമായിട്ട് മാറുന്നു എന്ന് വേണം വിലയിരുത്താനായിട്ട്. പോസിറ്റീവ് റെസ്പോൺസ് കിട്ടിയ ഒരു സിനിമയാണ്. മാത്രവുമല്ല, മാർക്കോ കാണണം എന്നുള്ള കടുത്ത ആരാധനയുമായിട്ട് തിയേറ്ററുകളിലേക്ക് പോകുന്നവർക്ക്, ടിക്കറ്റ് കിട്ടാത്തവർക്ക് അടുത്ത ഓപ്ഷനായിട്ട് നിൽക്കുന്നതും റൈഫിൾ ക്ലബ്ബാണ്. അത് കാര്യമായിട്ട് സിനിമയ്ക്ക് ഗുണം ചെയ്യുന്നുണ്ട് എന്ന് ഇതുവരെയുള്ള റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാക്കാം. കേരളത്തിൽ ഒരു സാമ്പത്തിക വിജയമായിട്ട് തന്നെ സിനിമ മാറാനുള്ള സാധ്യത ഇതുവരെയുള്ള അനുഭവങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നുണ്ട്. അടുത്തത് ED എന്ന് പറയുന്ന സിനിമയാണ്. ഇവിടെ രണ്ട് വിജയ ചിത്രങ്ങൾ, അതായത് രണ്ടും മാസ് സിനിമകൾ അവിടെ വിജയിച്ച് നിൽക്കുന്ന സമയത്ത് ഒരു ഫാമിലി കുട്ടികളുമായിട്ട് പോയി ഒരു നല്ലൊരു സിനിമ കാണണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് കാണാൻ പറ്റിയ ഒരു സിനിമയാണ് ED എന്ന് പറയുന്ന, എക്സ്ട്രാ ഡീസന്റ് എന്ന് പറയുന്ന സുരാജ് വെഞ്ഞാറമൂട് നായകനായിട്ട് വന്ന സിനിമ. ആ സിനിമയ്ക്കും പോസിറ്റീവ് റെസ്പോൺസ് തന്നെയാണ് കിട്ടിയത്. എന്നാൽ ആദ്യ ദിവസം ഒരു സുരാജ് വെഞ്ഞാറമൂടിന് കിട്ടുന്ന ഒരു കളക്ഷൻ 24 ലക്ഷം രൂപയാണ് ആദ്യ ദിവസം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സിനിമയ്ക്ക് നേടിയെടുക്കാൻ സാധിച്ചത്. അതേ തുക തന്നെ രണ്ടാം ദിവസവും, അതായത് 29 ലക്ഷം രൂപ. ആദ്യ ദിവസം 24 ലക്ഷം രൂപയാണെന്നുണ്ടെങ്കിൽ രണ്ടാം ദിവസം ചെറിയ ഉയർച്ചയോടുകൂടി 29 ലക്ഷം രൂപ ചിത്രത്തിന് നേടിയെടുക്കാൻ സാധിച്ചു. 2 ദിവസം കൊണ്ട് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 53 ലക്ഷം രൂപ നേടിയെടുത്തിട്ടുണ്ട്. ഇതൊരു വിജയചിത്രമാവേണ്ട ഒരു സിനിമ തന്നെയാണ്. പക്ഷെ ഇനി ഈ ഒരാഴ്ച ഇതേ ലെവലിൽ സിനിമയ്ക്ക് കീപ്പ് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളൊരു കാര്യം സംശയമാണ്. കാരണം ആദ്യ ദിവസം 24 എന്ന് പറയുന്നത് ഓക്കെ, പക്ഷെ നല്ലൊരു സിനിമയാകുമ്പോൾ തീർച്ചയായിട്ടും രണ്ടാം ദിവസം ഒരു 40 ലക്ഷം രൂപയ്ക്ക് മുകളിലേക്കെങ്കിലും കയറേണ്ടതായിരുന്നു. മൂന്നാം ദിവസമായിട്ടുള്ള ഞായറാഴ്ച വലിയൊരു കളക്ഷൻ വരേണ്ടതായിരുന്നു. അതിനുശേഷം തിങ്കൾ മുതൽ വരുമ്പോൾ ഒരു 20 ലക്ഷം രൂപ റേഞ്ചിൽ കവർ ചെയ്ത് പോയാൽ പോലും സാമ്പത്തിക ലാഭം ആവേണ്ടതാണ്. പക്ഷെ ഈ ആഴ്ച 2 സിനിമകൾ വിജയിച്ചിരിക്കുന്നു. അടുത്ത ആഴ്ച ബറോസ് വരുന്നു. എന്താവും ED എന്ന് പറയുന്ന സിനിമയുടെ ഭാവി എന്നുള്ളത് വരും ദിവസങ്ങൾ നമുക്ക് കാണിച്ചു തരും. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെ നന്ദി, നമസ്കാരം.